ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ ആക്ച്വലി എന്റെ മനസ്സിൽ വരുന്ന ഒരു സെലിബ്രിറ്റി ഉണ്ട്. അത് മറ്റാരുമല്ല, നയൻതാരയെ കുറിച്ചാണ്. നയൻതാരയുടെ ട്രാൻസ്ഫോർമേഷൻ എന്തുകൊണ്ടാണ് ഇത്രയും ഇമ്പോർട്ടന്റ് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അടിമുടി ആള് മാറിയിട്ടുണ്ട്. അതും കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷനും കൂടിയാണ്. സാധാരണ ഒരു മലയാളി പെൺകുട്ടി തന്നെ ആയിരുന്നു. ഏതൊരു മലയാളി പെൺകുട്ടിയെ പോലെ റീലൊക്കേറ്റ് ചെയ്ത് വേറൊരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിട്ട് അവിടെ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായിരുന്നോ ട്രെൻഡ്, ആ ട്രെൻഡ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോയിരുന്ന ഒരാൾ മാത്രമാണ് ആ സമയത്ത് നയൻതാര. പക്ഷേ ഒരു സമയം കഴിഞ്ഞപ്പോൾ മുതൽ നയൻതാരയായി ആക്ച്വലി ട്രെൻഡ് സെറ്റർ. അവർ സെറ്റ് ചെയ്ത ട്രെൻഡ് നമ്മളൊക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങി. കുറച്ചും കൂടി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഡയറ്റാണ് ഫോളോ ചെയ്യുന്നതെന്ന് നയൻതാര എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. എക്സസൈസ് ചെയ്യുന്നതിന് ആക്ച്വലി ഒരു ബ്രേക്കും എടുക്കാത്ത ഒരാളാണ്. 8 hours എങ്കിലും ഉറങ്ങുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്ന ഒരാളാണ്. ഒരു പ്ലാസ്റ്റിക് സർജറിയും അവർ ഫേസിൽ ഇതുവരെ ചെയ്തിട്ടില്ല. തെളിവായിട്ട് അവർ പറയുന്നത് എന്നെ വേണമെങ്കിൽ നിങ്ങളൊന്ന് കത്തിച്ച് നോക്കിക്കോളൂ, ഒരു തരി പ്ലാസ്റ്റിക് പോലും കിട്ടില്ല എന്നുള്ളതാണ്.